ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരിക്കെ ദുരൂഹമായ വിദേശയാത്രകൾ നടത്തിയെന്ന ആക്ഷേപത്തിനെതിരെ വിമർശനവുമായി പി ദിവ്യ. സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച വീഡിയോയിലാണ് ആരോപണങ്ങൾ ദിവ്യ തള്ളിയത്. 23 തവണ ദിവ്യ വിദേശത്ത് പോയെന്നായിരുന്നു പ്രചാരണം. സത്യം ചെരുപ്പിട്ട് വരുമ്പോഴേക്കും നുണ ലോകം ചുറ്റിയിട്ടുണ്ടാകുമെന്ന ചൊല്ലു സൂചിപ്പിച്ചുകൊണ്ടാണ് സമൂഹമാധ്യമങ്ങളിൽ തനിക്കെതിരെ നടന്ന പ്രചരണങ്ങളെ മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി ദിവ്യ തള്ളിയത്. 500-ലധികം വരുന്ന യൂട്യൂബ് ചാനലുകളും ചില മുഖ്യധാരാ മാധ്യമങ്ങളും തനിക്കെതിരെ വ്യാജ പ്രചരണങ്ങൾ അഴിച്ചുവിട്ടതായും ദിവ്യ ആരോപിച്ചു. സത്യം ചെരുപ്പിട്ട് വരുമ്പോഴേക്കും നുണ ലോകം ചുറ്റിയിട്ടുണ്ടാകും എന്നൊരു വാക്യമുണ്ട്. കഴിഞ്ഞ 4 മാസത്തിനുള്ളിൽ എന്നെക്കുറിച്ചുള്ള വ്യാജ വാർത്തകൾ കേരളത്തിലുള്ള 500-ലധികം വരുന്ന യൂട്യൂബ് ചാനലുകൾ നാട്ടിലാകെ പ്രചരിപ്പിച്ചിട്ടുണ്ട്. യൂട്യൂബ് ചാനലുകൾ മാത്രമല്ല, മുഖ്യധാരാ മാധ്യമങ്ങളും ഈ കാര്യത്തിൽ പി ദിവ്യയുടെ കാര്യത്തിൽ ഇത്തരം വ്യാജവാർത്ത പടച്ചുവിടുന്നതിൽ മത്സരിച്ചുകൊണ്ട് അവരും ഈ ഓൺലൈൻ മാധ്യമങ്ങൾക്കൊപ്പം നിന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ മാധ്യമ അക്രമം താൻ CPM-കാരിയായതുകൊണ്ട് കേരളത്തിൽ മന്ത്രിമാർ പോയതിലും അധികം വിദേശയാത്രകൾ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായ പി ദിവ്യ നടത്തിയെന്നാണ് വാർത്തകൾ പ്രചരിച്ചത്. താൻ നടത്തിയത് ആകെ 2 വിദേശയാത്രകൾ മാത്രം. വിദേശയാത്ര പോകാൻ നമ്മുടെ കയ്യിൽ നിർബന്ധമായി വേണ്ട ഒന്നാണല്ലോ പാസ്പോർട്ട്. പാസ്പോർട്ടില്ലാതെ വിദേശയാത്ര നടത്താൻ വേണ്ടി പറ്റില്ല. പി ദിവ്യ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായതിനു ശേഷം ആകെ നടത്തിയിട്ടുള്ളത് 2 വിദേശയാത്രകളാണ്. CPM-ന്റെ ജില്ലാ കമ്മിറ്റി അംഗം എന്ന നിലയ്ക്ക് ആ സമയത്ത് മുഴുവൻ സമയ പ്രവർത്തക എന്ന നിലയിൽ ഇവിടെ നിന്ന് വിദേശത്തേക്കൊരു യാത്ര പോകണമെങ്കിൽ പാർട്ടി സംസ്ഥാന കമ്മിറ്റിയുടെ അനുവാദം പോലും ഞങ്ങൾക്ക് വാങ്ങണം. അവിടെയാണ് 24 തവണ 23 തവണ ഞാൻ വിദേശയാത്ര നടത്തിയെന്ന് പറഞ്ഞ് പ്രചരിപ്പിച്ചത്. KMCC-യുടെയും വെയ്ക്കിന്റെയും പരിപാടികളിലാണ് താൻ ഗൾഫിൽ പങ്കെടുത്തത്. 2 യാത്രകളും പാർട്ടി അനുമതിയോടെ. ആധികാരികമായാണ് താൻ 23 വിദേശയാത്ര നടത്തിയെന്ന് ചിലർ പ്രചരിപ്പിച്ചത്. അഴിമതിക്കാരിയെന്ന് വരുത്തി തീർക്കാനാണ് ശ്രമം. തന്റെ പാസ്പോർട്ട് പരിശോധിച്ചാൽ എത്ര തവണ വിദേശയാത്ര നടത്തിയെന്ന് വ്യക്തമാകും. വ്യാജ വാർത്ത നൽകിയവർ തിരുത്തണം. തെരുവ് ഗുണ്ടയെ ആക്രമിക്കുന്നത് പോലെയാണ് മാധ്യമങ്ങൾ തന്നെ ആക്രമിച്ചത്. നിയമത്തിലും കോടതിയിലും തനിക്ക് വിശ്വാസമുണ്ട്. നിരപരാധിത്വം തെളിയിക്കാൻ കഴിയുമെന്ന വിശ്വാസത്തിലാണ് ജീവിക്കുന്നതെന്നും പി ദിവ്യ വീഡിയോ സന്ദേശത്തിൽ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.